നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തര വകുപ്പിനെ നാണക്കേടിന്റെ വക്കിലേക്ക് തള്ളിയിടുകയാണ് ചില പോലീസുകാർ. താഴെത്തട്ടിലല്ല, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ വലിയ ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുകയാണ്. ആഭ്യന്തര വകുപ്പിന് നാറി നാണം കെട്ട് നിൽക്കാനാണ് വിധി. ഇപ്പോൾ ശക്തമായ ഒരു നീക്കത്തിലേക്ക് പിണറായി കടന്നിട്ടുണ്ട്. അതായത് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നത് ആരാണെങ്കിലും, ഏത് കൊമ്പത്തുള്ളവരാണെങ്കിലും, എത്ര പിടിപാടുള്ളവരാണെങ്കിലും അവർക്കെതിരെ ഒരു നടപടി എടുക്കേണ്ട ഘട്ടം എത്തിയിരിക്കുന്നുവെന്ന്. അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ഗിമ്മിക്കാണ് പിണറായി പുറത്തെടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരേമാന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പത്തനംതിട്ട SP ആയിരിക്കുമ്പോഴും പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള AIGയുടെ ചുമതല വഹിക്കുമ്പോഴും നിരവധി കേസുകളിൽ അട്ടിമറി നടത്തിയ VG വിനോദ് കുമാർ തെറിച്ചു. 2 മാസത്തിനിടെ 2ാം തവണയാണ് വിനോദ് കുമാറിന് സ്ഥലമാറ്റം. ജൂലൈ 24-നാണ് പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് വിനോദ് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള AIG ആക്കിയത്. അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളുടെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് ടെലികമ്മ്യൂണിക്കേഷൻ SP ആയി മാറ്റിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രയൊക്കെ റിപ്പോർട്ടുകൾ എതിരായി ചെന്നാലും വിനോദ് കുമാറിന് എതിരെ മാത്രമായി ഒരു നടപടി ഉണ്ടാകില്ല. മറ്റ് സ്ഥലം മാറ്റങ്ങളുടെ കൂട്ടത്തിൽ കയറ്റി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. നടപടി എടുത്തു എന്നുമായി, എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും അതിനിടയിൽ കൂടി നടത്തി. കാരണം ഈ വിനോദ് കുമാർ മന്ത്രി വാസവന്റെ അടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പിൻബലത്തിലാണ് വിനോദ് കുമാർ ഇങ്ങനെ തട്ടിമുട്ടി കയറിപ്പോയിക്കൊണ്ടേയിരുന്നത്. പക്ഷേ വലിയ ആരോപണങ്ങളാണ് വിനോദ് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത്. വനിതാ പോലീസുകാർക്കുൾപ്പെടെ ഇയാൾ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നത് പതിവായിരുന്നുവെന്നും പല പോലീസുകാരികൾ പരാതിപ്പെട്ട ഒരു സാഹചര്യത്തിലുമൊക്കെയാണ് ഇയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കേരള രാഷ്ട്രീയം എടുത്തു നോക്കുകയാണെങ്കിൽ പെണ്ണുകേസ് തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ വയ്യ. CPM തന്നെ പല വയ്യാവേലികളും എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് സേനയിലെ കുൽസിത പ്രവർത്തനങ്ങളും ചില ഏമാന്മാരുടെ ഇത്തരത്തിലുള്ള ചാറ്റുകളുമൊക്കെ പുറത്തേക്ക് വന്ന് ആഭ്യന്തര വകുപ്പും നാണം കെട്ട് നിൽക്കുന്നത്. പിണറായി വിജയന് തല പെരുക്കുകയാണ്. ഇറങ്ങാൻ മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ വലിയ പ്രതിസന്ധികളാണ് പിണറായിക്ക് മുൻപിൽ ഉയർന്നിരിക്കുന്നത്. പത്തനംതിട്ട SP ആയിരിക്കുമ്പോൾ വിനോദിനെ സ്ഥലം മാറ്റണമെന്ന് റേഞ്ച് DIG അജിത ബീഗം ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ വിനോദ് തന്റെ രക്ഷകനായ മന്ത്രി വാസവനെ ചെന്ന് കണ്ട് ഒറ്റയ്ക്ക് മാറ്റുന്നത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് മറ്റ് ട്രാൻസ്ഫറുകൾക്കൊപ്പം വിനോദ് കുമാറിനെയും മാറ്റിയത്. ഇന്നലെയും അതുതന്നെയാണ് സംഭവിച്ചത്. പുറത്തുള്ളവർക്ക് ഇതൊരു അച്ചടക്ക നടപടി പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ചുള്ള മാറ്റത്തിന്റെ പട്ടികയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതായത് ക്രിമിനൽ പോലീസുകാർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ ഇപ്പോഴും പിണറായി പൂർണ്ണ തോതിൽ തയ്യാറാകുന്നില്ല. ചില ഉദ്യോഗസ്ഥരെ, അതായത് ഇത്തരത്തിൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും CPM നേതാക്കളുടെയും ഒക്കെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നാണം കെടുത്താതെ, എന്നാൽ അവർക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടും അവരെ ഒന്ന് തലോടി മാറ്റി നിർത്തുന്ന സമീപനമാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് പോലീസിന് വളമാകുന്നതും. വീണ്ടും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പോലീസിനെ സഹായിക്കുന്നതും അതുതന്നെയാണ്. കാരണം ആഭ്യന്തരമന്ത്രി എല്ലാത്തിനും കണ്ണടയ്ക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു അവരെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ആ ഒരു അഹങ്കാരത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. പത്തനംതിട്ട SP ആയിരിക്കുമ്പോൾ കോയിപ്രം കസ്റ്റഡി മർദ്ദനം, ആറന്മുള പോക്സോ അട്ടിമറി, വനിതാ SIയുടെ പോക്സോ കേസ് അട്ടിമറി, ശബരിമലയിലേക്കുള്ള ADGPയുടെ ട്രാക്ടർ യാത്ര, റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ കരിക്കിനേത്ത് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കാൻ ശ്രമം നടത്തി തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളിൽ ആരോപണ വിധേയനായിരുന്നു. ആറന്മുള പോക്സോ അട്ടിമറി, കോയിപ്രം കസ്റ്റഡി മർദ്ദനം, അട്ടിമറി എന്നിവയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുകയാണ്. 2 സംഭവങ്ങളിലും റാങ്കിൽ വിനോദിനേക്കാൾ കുറഞ്ഞ ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തിയിരുന്നത്. ഒരാൾ നോൺ IPS SP-യും മറ്റൊരാൾ DYSP-യുമാണ്. 2 പേരും ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. ഇതേ ക്രൈംബ്രാഞ്ച് ADGP ക്രമസമാധാന ചുമതല കൂടി വഹിക്കുന്ന ഓഫീസിൽ AIG എന്ന തന്ത്രപ്രധാന പോസ്റ്റിലാണ് VG വിനോദ് കുമാർ ഇരുന്നത്. അതായത് തനിക്കെതിരായ ഏത് റിപ്പോർട്ടും ആദ്യം എത്തുന്നത് ഇയാളുടെ അടുത്തേക്ക് തന്നെയാണ്. ആവശ്യമെങ്കിൽ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനും ഇദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് തനിക്കെതിരായ വനിതാ SIമാരുടെ മൊഴിയും ഇദ്ദേഹത്തിന് ലഭിച്ചതും അതൊരു ഓൺലൈൻ പോർട്ടലിൽ വാർത്തയായതും. ഇക്കാര്യം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. പക്ഷേ അന്ന് അതൊന്നും വലിയ രീതിയിൽ ചർച്ചയാകാതെ പോയി. വിനോദ് കുമാർ പത്തനംതിട്ടയിൽ നിന്ന് മാറിയതിനു ശേഷമാണ് വനിതാ SIമാർ ഇയാൾക്കെതിരെ പരാതി നൽകിയത്. ആ സമയത്ത് പേഴ്സണൽ ഫോണുകളിലേക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുന്നുവെന്നും SP-ക്കെതിരെ
പോഷ് ആക്ട് പ്രകാരം കേസെടുക്കണമെന്നുമായിരുന്നു ആവശ്യം. ഈ പരാതിയിന്മേൽ മൊഴിയെടുപ്പ് മാത്രം നടന്നു. തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തന്റെ പദവി ഉപയോഗിച്ച് വിനോദ് കുമാർ പരാതിക്കാരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തിരുവല്ലയിൽ സ്വന്തം വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ തന്റെ ഡ്രൈവറുടെ മൊഴി വാങ്ങി കേസെടുപ്പിച്ചതും വിവാദമായിരുന്നു. അപകടത്തിൽപ്പെട്ടയാൾ നേപ്പാൾ സ്വദേശിയാണെന്ന് മനസ്സിലാക്കിയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. ഇത് ജില്ലാ സി ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിച്ചു വരികയാണ്. VG വിനോദ് കുമാറിനെതിരായ ഒരു ആഭ്യന്തര അന്വേഷണത്തിലും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് ഇയാൾക്കെതിരെ റിപ്പോർട്ട് അയക്കാൻ പേടിയാണ്. മന്ത്രി വാസവന്റെ സംരക്ഷണമാണ് വിനോദ് കുമാറിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് എന്ന പരസ്യമായ ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് എടുത്ത നിലപാടാണ് നിർണായകമായത് എന്നാണ് സൂചന. നിരവധി വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്ന വിനോദിനെ തന്റെ ഓഫീസിൽ നിർണായക തസ്തികയിൽ ഇരുത്തുന്നതിലുള്ള അതൃപ്തി ADGP നേരിട്ട് മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അറിയിക്കുകയും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിനോദിനെ മാറ്റുകയുമായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഒരു സ്ഥലമാറ്റം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സ്ഥലമാറ്റം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷാ നടപടിയല്ലല്ലോ. അവർക്ക് ഉണ്ടുറങ്ങി സുഖമായി ഇരിക്കാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു അവധി കിട്ടുന്നു. പിന്നെ ചെല്ലുന്ന വേറെ ഏത് വകുപ്പിലാണെങ്കിലും ഇവരുടെ സ്ഥിരം പണി തന്നെ തുടരുകയും ചെയ്യും. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികളാണ് ആവശ്യം. വലിയ തോതിൽ പോലീസ് സേന ഇപ്പോൾ നാണം കെട്ട് നാറി നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ചില പോലീസുകാരുടെ നടപടികൾ കാരണം മൊത്തം സേനയും പഴി കേൾക്കുന്നുണ്ട്. എന്നിട്ടും ആഭ്യന്തരമന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.